വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു പ്രോഡക്റ്റിനെ പറ്റിയാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ബോഡി ബിൽഡിങ്ങിലൊക്കെ ഒരുപാടധികം ആളുകൾ സ്നാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാൽനട്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. വാൽനട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നട്ട്സ് വിഭാഗത്തിൽ പെടുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ കാഷ്യൂ നട്ടും അതുപോലെ തന്നെ നമ്മുടെ പീനട്സിൻ്റെ ഒക്കെ കൂടെ തന്നെ വരുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിലും ഇതിന് ടേസ്റ്റ് ഒന്നുമില്ല. വളരെ ആ ഒരു കാഷ്യൂ നട്ടിൻ്റെയോ അതുപോലെ തന്നെ ആൽമണ്ട്സിൻ്റെയോ പീനട്സിൻ്റെ ഒരു ടേസ്റ്റിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ടേസ്റ്റും ഇല്ല, അതൊരു വെള്ളച്ചവ മാത്രമാണ് ഇതിനുള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റിലല്ല, ഇതിൻ്റെ ഗുണത്തിലാണ്. കാരണം ഇതിന് ഇത്രയധികം കുറേയധികം ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്ര ഒരു റേറ്റിൽ ഇത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഗുണങ്ങളെന്ന് നോക്കാം, ആർക്കൊക്കെയാണ് ഇത് കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നേരെ നമുക്ക് നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ SFT എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് ഞാനിവിടെ പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ SFT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആമസോണിലാണ് കുറച്ചുകൂടെ റേറ്റ് കുറവ്. ആമസോണിൽ ഞാൻ വെറും 750 രൂപയ്ക്കാണ് ഈ പറയുന്ന ഒരു സംഭവം പർച്ചേസ് ചെയ്തത്. 1 കിലോ ഉണ്ട്, 1 കിലോയ്ക്ക് 750 രൂപ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്ലിപ്കാർട്ടിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും 800 രൂപ സംതിങ് ആണ് വരുന്നത്. 850 820 രൂപ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത്ര ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അത് മാത്രമല്ല, ഈ ബ്രാൻഡ് പർച്ചേസ് ചെയ്യാൻ വേറെ കാരണങ്ങളുണ്ട്. നല്ല റേറ്റിംഗ്, ഒരു 4 സ്റ്റാർ എബോ തന്നെ റേറ്റിംഗ്. 4000-ൽ പല ആളുകൾ ഇത് വാങ്ങിയിട്ട് 4000-ൽ പല ആളുകൾ 4 സ്റ്റാർ റേറ്റിംഗ് ഇതിന് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന ഒരു ബ്രാൻഡ് ഇതിൻ്റെ അന്ന് പർച്ചേസ് ചെയ്യാൻ കാരണം നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് നമ്മളിത് ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ ഒരു ഗുണങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഇത് എങ്ങനെയാണ് നമ്മുടെ ബോഡി ബിൽഡിങ്ങിനൊക്കെ സഹായിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുണ്ട്, ഇങ്ങനെ ഒരു സംഭവത്തിലാണ്. ഇങ്ങനെ നമ്മൾ സാധാരണ നമ്മുടെ പ്രോട്ടീൻ്റെ ഒക്കെ നമ്മൾ നാക്പ്രോഡൊക്കെ കാണിച്ചില്ലേ, അതുപോലെ തന്നെ ഒരു ലോക്കിംഗ് മെക്കാനിസം ആണ് ഈ പറയുന്ന ഒരു പ്രോഡക്റ്റിനകത്തും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. സിപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈർപ്പമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റേ നമ്മുടെ ജെല്ല് പോലത്തെ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഈ ഒരു ഷേപ്പിലാണ് ഈ സംഭവം വരുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിതൊന്നുകൂടെ ഫോക്കസ് ചെയ്ത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ടുള്ള ഷോട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ ബ്രെയിനിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഷേപ്പിലാണ് ഈ സംഭവം ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഷേപ്പിലുള്ള ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന് അത് വളരെ നല്ലതാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ വാൽനട്സ് കഴിക്കുന്നത് നമ്മുടെ ബ്രെയിനിന് വളരെ നല്ലതെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിശക്തിക്കും അതുപോലെ നമ്മുടെ ഓർമ്മശക്തിക്കും നമ്മുടെ ലേണിംഗ് സ്കിൽസും എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനകത്ത് omega-3 എന്ന് പറയുന്ന സംഭവമുണ്ട്. ഹെൽത്തി സോഴ്സ് ഓഫ് omega-3 നല്ലപോലെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ബ്രെയിനിന് ഇത്രയധികം ഗുണങ്ങൾ ഇത് തരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോഡി ബിൽഡിങ്ങിൽ മാത്രമല്ല സ്റ്റുഡൻസിനും വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത പോയിന്റും ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. omega-3 ഒരു ഹെൽത്തി സോഴ്സ് ആണ് നമ്മൾ ഈ പറയുന്ന ഈ വാൾനട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റുമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിന് കൊള്ളത്തില്ല. സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെയിറ്റ് ഗെയിൻ ആവും, ഫാറ്റ് ആയിരിക്കും നമുക്ക് ഡെപ്പോസിറ്റ് ആകുന്നത്. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ്, ഗുഡ് കൊളസ്ട്രോൾ ആണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ കുറയുന്നത് മാത്രമല്ല നമുക്ക് ഈ പറയുന്ന ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ആകത്തുമില്ല. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് ഫാറ്റ് നമുക്ക് ഗെയിൻ ആകത്തില്ല എന്നുള്ളത് മാത്രമല്ല നമുക്ക് ഫാറ്റ് ലോസ് ആകത്തുമില്ല. നമ്മൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ഫാറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ലീൻ ആയിട്ട് പോകത്തില്ല. അപ്പോൾ നമുക്ക് ലീൻ മസിൽ മാസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും നമ്മുടെ ഡയറ്റിന് അത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ അടുത്തായിട്ട് നമുക്ക് പറയാനുള്ള പോയിന്റ്. പിന്നെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡി ബിൽഡിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഉറക്കം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പക്കയായിട്ട് നമുക്ക് ഹെൽത്തി സ്ലീപ്പ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ബോഡി ബിൽഡിംഗ് നമുക്ക് നടക്കത്തുള്ളൂ. നമ്മുടെ ശരീരത്തിലെ ഈ മസിൽസിനൊക്കെ റിക്കവറി കിട്ടുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻ കാര്യങ്ങൾ, നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ എല്ലാം ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള സ്ലീപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വാൾനട്ട്സിന് സാധിക്കും എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ, നമുക്കറിയാം നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൽസിന്റെ നമ്പർ 1 ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ലെവൽ റൈസ് ചെയ്യാൻ വേണ്ടി വാൽനട്ട് സഹായിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൽസിലെ സ്പേമിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഈ പറയുന്ന വാൽനട്ട് സഹായിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് വരുന്ന നമ്മുടെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് omega-3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ omega-3 നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഫുഡ് അവൈലബിൾ ആണ്. നമുക്ക് മുട്ടയ്ക്കകത്ത് omega-3 കിട്ടും, നമുക്ക് ഫിഷിൻ്റെ അകത്ത് കിട്ടും. പക്ഷേ നമുക്ക് പ്ലാന്റ് ബേസ്ഡ് omega-3 സോഴ്സസ് വളരെ കുറവാണ്.
അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി, വെജിറ്റേറിയൻസിന് വേണ്ടി ഒരു പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു omega-3 സോഴ്സ് തന്നെയാണ് നമ്മൾ വാൾനട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി നമുക്ക് omega-3 ആവശ്യം നിങ്ങൾക്ക് ഒരുപാടധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഈ പറയുന്ന വാൾനട്ട്സ് വാങ്ങി കഴിച്ചാൽ മതി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തി സോഴ്സ് ഓഫ് omega-3 ആണ് നമ്മുടെ വാൾനട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വിറ്റമിൻ ഇ ഉണ്ട്, വിറ്റമിൻ ബി ഉണ്ട്, അങ്ങനെ വളരെയധികം അഡ്വാൻറ്റേജസ് ആണ് നമ്മുടെ വാൾനട്ട്സിനുള്ളത്. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈജഷനാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് മര്യാദയ്ക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ദഹിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്ത് നിന്ന് മാക്സിമം ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ. എന്നാലേ നമുക്ക് മാക്സിമം മസിൽ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് പലർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് മര്യാദയ്ക്ക് ദഹിപ്പിക്കാൻ സാധിക്കാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഒക്കെ കാരണം തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന വാൾനട്ട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ വയറ്റിലുള്ള നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയാസ്, ഗുഡ് ബാക്ടീരിയാസിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ബാഡ് ബാക്ടീരിയാസിനെ നശിപ്പിച്ച് കളയുന്നതും പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള വാൾനട്ട്സ് കഴിക്കാവുന്നതാണ്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്യാൻസർ ഫൈറ്റിംഗ് ഫുഡാണെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ മാറ്റും, ക്യാൻസർ കളയും എന്നല്ല ഞാൻ പറയുന്നത്. ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഈ പറയുന്ന വാൾനട്ട്സിനുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ട്യൂമർ വളർന്നിട്ടാണ് ക്യാൻസർ ആകുന്നത്. അപ്പോൾ ആ ട്യൂമറിൻ്റെ വളർച്ചയെ അതിനെ തടസ്സപ്പെടുത്തി നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വാൾനട്ട്സിന് സാധിക്കും എന്ന് പറഞ്ഞാൽ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യത്തെ പോയിന്റ് പറഞ്ഞായിരുന്നു, നമ്മുടെ ഓർമ്മശക്തി വളരെ നല്ലതാണ്. ഈ പറഞ്ഞ വാൾനട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഓർമ്മ നശിച്ചു പോകുന്ന ഒരു കണ്ടീഷൻ അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. ആ അൽഷിമേഴ്സിനെ പോലും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വാൾനട്ട്സിന് സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും അൽഷിമേഴ്സ് പോകാൻ വേണ്ടിയിട്ടാണോ ഈ പറഞ്ഞ വാൾനട്ട്സ് കഴിക്കുക. അതൊരു മെഡിസിൻ അല്ല. പക്ഷേ അൽഷിമേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി സാധിക്കും. അത് ഓൾസൺ ആകാതെ ആ ഒരു കണ്ടീഷൻ വളരെ ഒരു പത്തറ്റിക് കണ്ടീഷനിലോട്ട് പോകാതെ സഹായിക്കാൻ വേണ്ടി വാൾനട്ട്സിന് സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മറ്റ് കുറേ അഡ്വാൻറ്റേജസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് അഡ്വാൻറ്റേജസ്. ഇപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എല്ലാം ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ആർക്കൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവർക്കും തന്നെ കഴിക്കാവുന്നതാണ്. നമുക്ക് ഡയബറ്റിക് ആണെങ്കിലും, നമുക്കിപ്പോൾ ഹൈ പ്രഷർ ഉണ്ടെങ്കിലും, ഇനി ബി പിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസുലിൻ സ്പൈക്ക് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഹാർട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും കൊളസ്ട്രോളിനെ റൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്, ഈ പറയുന്ന നമ്മുടെ വാൾനട്ട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അലർജീസ് പോലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ സ്കിന്നിൽ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ട് നമ്മൾ മിൽക്ക് കഴിക്കുമ്പോൾ ചിലർക്ക് അങ്ങനെ ഉണ്ടാകാറില്ല, മിൽക്ക് കൊണ്ടുള്ള അലർജീസ് ഉണ്ടാകാറില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന വാൾനട്ട്സ് കഴിക്കുമ്പോഴും ഉണ്ടാകുന്നത്. അല്ലാതെ എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. കാരണം വെച്ചാൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ട് എനിക്കൊരു പ്രോബ്ലം ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഇതുണ്ടായി കൂടായുകയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഇത് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല അത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ റിയാക്ട് ചെയ്യുന്നത് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഇത് കഴിക്കരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും അലർജീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഇത് കഴിച്ചിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഇത് ഒരിക്കലും കഴിക്കരുത്. ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നതെങ്കിൽ കഴിക്കരുത്. ബാക്കി എല്ലാവർക്കും തന്നെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു സാമ്പിൾ പാക്കറ്റ് വല്ലതും മേടിച്ചിട്ട്, 1 കിലോ ഫസ്റ്റ് മേടിച്ചില്ലെങ്കിലും ഒരു സാമ്പിൾ പാക്കറ്റ് മേടിച്ചിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക. അലർജീസ് ഒന്നും ഇല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പാക്കറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ന്യൂട്രീഷൻ കാര്യങ്ങളോട്ടൊക്കെ പോകുകയാണെങ്കിൽ ഒരു സെർവിങ് നമ്മൾ എടുക്കുന്നത് 28 ഗ്രാം ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 28 ഗ്രാം നമ്മൾ എടുത്ത് കഴിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 80 ഗ്രാംസും വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഫാറ്റാണ്. 18 ഗ്രാംസും വരുന്നത് ഫാറ്റാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു ഫാറ്റ് സോഴ്സ് ആണ്, അല്ലാതെ പ്രോട്ടീൻ സോഴ്സ് അല്ല. പ്രോട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഗ്രാംസ് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഗ്രാംസ് മാത്രമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കടലയ്ക്കകത്തുള്ള പ്രോട്ടീൻ്റെ എമൗണ്ട് പോലും ഇല്ല. 28 ഗ്രാം കടല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 7 ഗ്രാമെങ്കിലും നമുക്ക് പ്രോട്ടീൻ കിട്ടും. അത്രയും പ്രോട്ടീൻ പോലും നമുക്ക് ഈ പറയുന്ന വാൾനട്ട്സിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷേ ഹെൽത്തി സോഴ്സ് ഓഫ് ഫാറ്റാണ് നമ്മുടെ ഈ പറയുന്ന വാൾനട്ട്സ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓവർ ഈറ്റ് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു കാരണവശാലും ഓവർ ഈറ്റ് ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞ എമൗണ്ടിൽ 28 ഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. 28 ഗ്രാംസ് കഴിക്കാവുന്നില്ല. മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 5-6 പീസ് എടുത്ത് കഴിച്ചാൽ മതി. 10 ഗ്രാമൊക്കെ കഴിച്ചാലും മതി. നമുക്ക് എല്ലാ ദിവസവും നമ്മൾ കഴിക്കുകയാണെങ്കിൽ 10 ഗ്രാം വെച്ചിട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ്. കാരണം ഒരുപാട് ഓവർ ഈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈ ഇൻ കലോറീസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഒരു ഫാറ്റ് സോഴ്സ് ആണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിത് കഴിക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അടിയാവുക. അപ്പോൾ മറ്റൊരു കിടലും വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.